കാലടിപ്പാലത്തിൽ കാലിടറി വീണ സുരേഷ് ഗോപി ആയിരുന്നു ഇന്നലത്തെ വാർത്തകളിലെ താരം. കാലടിയിലൂടെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പാഞ്ഞു പോകുമ്പോഴാണ് കാലടി പാലത്തിൽ ഭയങ്കര ഗതാഗത കുരുക്ക്. നോക്കുമ്പോൾ അഗാധ ഗർത്തങ്ങൾ, ചന്ദ്രന്റെ പടങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, അതുപോലുള്ള അഗാധ ഗർത്തങ്ങളാണ് കാലടി പാലത്തിൽ. MC റോഡിലെ പ്രധാന പാലമാണ്, അവിടെ എപ്പോഴും ഗതാഗത കുരുക്കാണ്. കാലവർഷം കൂടി വന്നപ്പോൾ അവിടെ ഗതാഗത കുരുക്ക് ശക്തമായി, കാരണം അഗാധ ഗർത്തങ്ങളാണ്. അപ്പോൾ സുരേഷ് ഗോപി ഉടനെ തന്നെ ചാടി ഇറങ്ങി സിനിമാ സ്റ്റൈലിൽ, എന്നിട്ട് നാട്ടുകാർക്കൊപ്പം കൂടി. എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ, താങ്കൾ കാണുന്നില്ലേ ഈ അഗാധ ഗർത്തങ്ങൾ, ഈ കുഴികളിൽപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും ഈ പാലത്തിലൂടെ യാത്ര ചെയ്തത്. കുഴി അടയ്ക്കണമെന്ന് പലരോടും പറഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്, തൃശ്ശൂരിനെ അങ്ങ് എടുത്തുകൊണ്ട് പോയ ആളാണ് എന്നൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ചോദിച്ചു. ഇപ്പോൾ സുരേഷ് ഗോപി ഉടനെ ഫോൺ എടുത്ത് വിളിച്ചു. ആരെ? PWD പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ വിളിച്ചു. സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ കാണുന്നില്ലേ കാലടിയിലെ പ്രശ്നം? കാലടിയിലെ കുഴി അടയ്ക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ അടിയന്തരമായി? ഉടനെ PWD സെക്രട്ടറി പറഞ്ഞു, ഇതാ വരുന്നു ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ, വന്ന് ഉടനെ തന്നെ കുഴി അടയ്ക്കും. ഇവിടെ മഴയും വെള്ളപ്പൊക്കവുമായി കിടക്കുന്നു, അവിടെയൊക്കെ കുഴി മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ കൊണ്ട് ടാറിട്ട് എന്തായിരിക്കും സ്ഥിതി, മണ്ണിട്ട് നികത്തിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ സുരേഷ് ഗോപിക്കും അറിയാം, പറഞ്ഞ PWD സെക്രട്ടറിക്കും അറിയാം. എങ്കിലും നാട്ടുകാരുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞ് ശരിപ്പെടുത്തിയിട്ടുണ്ട്, സെക്രട്ടറി PWD സെക്രട്ടറി എല്ലാം ചെയ്യും. പിന്നെ ഞാൻ നിങ്ങൾക്ക് മോഹനസുന്ദരമായ വാഗ്ദാനം ഒന്നും നൽകുന്നില്ല. കാരണം എന്താണ്, ഞാൻ കേന്ദ്രമന്ത്രിയാണ്, അങ്ങ് കേന്ദ്രത്തിലാണ് എൻ്റെ പിടിപാട്. കേന്ദ്രത്തിന് ഈ റോഡ് ഈ നിസ്സാര സംഭവമൊന്നുമല്ല, നമുക്ക് മറ്റേ ദേശീയപാതയൊക്കെയാണ്. ആ ദേശീയപാതയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ദേശീയപാത മലപ്പുറത്ത് ഇടിഞ്ഞു, തൃശ്ശൂർ ഇടിഞ്ഞു, പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇടിഞ്ഞും വിള്ളലും കൊണ്ട് നടക്കുകയാണ്. എത്ര പേരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലേ? സുരേഷ് ഗോപി ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം സംസാരിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ കുഴിയടയ്ക്കാൻ പോയാൽ, അല്ലെങ്കിൽ കുഴിയടയ്ക്കാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ, മുമ്പൊരിക്കൽ കൊച്ചിയിലെ കുഴിയടച്ച നടൻ ജയസൂര്യയുടെ അവസ്ഥയായിരിക്കും എനിക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഞാൻ കുഴിയടയ്ക്കാമെന്നൊന്നും വാഗ്ദാനം തരുന്നില്ല. പക്ഷേ മനസ്സിലിരുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? ദേശീയപാത അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റി തിരിച്ചറിഞ്ഞു, ഇത് കേരളത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, നാഷണൽ ഹൈവേ 66 വിള്ളലുകൾ അത് എഞ്ചിനീയറിംഗ് വർക്കിലെ കേരളത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായി അറിയാതെ പ്ലാനും പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് റോഡ് നിർമ്മിച്ചത് കൊണ്ടാണ് ഈ വിള്ളലും പ്രശ്നങ്ങളും ഉണ്ടായത്. അങ്ങനെ 2 കമ്പനികൾക്ക് നോട്ടീസ് കൊടുക്കണമോ? നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ഒരാൾക്ക് പറഞ്ഞാൽ 11 കോടി രൂപയാണ്, മറ്റൊരാൾക്ക് ലക്ഷങ്ങൾ, കോടിയില്ല, ലക്ഷക്കണക്കിന് രൂപ, 20 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഒരു വർഷത്തേക്ക് വിലക്കുമാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്, ഉപരിതല ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് വിലക്ക് ഏർപ്പെടുത്താതിരിക്കണമെങ്കിൽ കാരണം കാണിക്കണം, എന്തുകൊണ്ടാണ് ദേശീയപാതയിൽ വിള്ളൽ വന്നതെന്ന്. ആ ഒരു സാഹചര്യമുണ്ട്, കേന്ദ്രത്തിന്റെ സാഹചര്യമുണ്ട്. അപ്പോഴാണ് പറയുന്നത്, ഞാൻ കേന്ദ്രത്തിലെ മന്ത്രിയാണ്, അതുകൊണ്ട് കേരളത്തിലെ ഈ കുഴിയടക്കലല്ല എന്റെ ജോലി, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കൂ, ഞാൻ PWD സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കൂ. അങ്ങനെ കാലടിയിലെ കുഴിയിൽ കുടുക്കിയ സുരേഷ് ഗോപി പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് റിപ്പോർട്ടർമാർ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും സുരേഷ് ഗോപി ഈ അടുത്ത കാലത്തായി, കാലവർഷം കൊണ്ടാണോ അതായത് നമുക്കറിയാം, ഭയങ്കര ക്ഷുഭിതനായിട്ടൊക്കെ പെരുമാറിയ സുരേഷ് ഗോപിയെ നമുക്കറിയാം. ഒരിക്കൽ ഒരു ഭിന്നശേഷിക്കാരൻ ഒരു നിവേദനം കൊണ്ടു കൊടുക്കാൻ പോയി, സുരേഷ് ഗോപിയെ കാണാൻ പോയി, പൊതുപരിപാടിക്കിടയിലാണ് കൊണ്ടു കൊടുക്കുക. അപ്പോൾ പറഞ്ഞു, ഇതെനിക്കല്ല തരേണ്ടത്, ഞാൻ കേന്ദ്രത്തിന്റെ ആളാണ്, നിങ്ങൾ കൊടുക്കേണ്ടത് MV ഗോവിന്ദനോ പിണറായിക്കോ കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കറച്ചട്ടി അയാൾക്ക് എടുത്ത് കൊടുത്തു വിട്ടു. കറച്ചട്ടി എന്തോ ഉദ്ഘാടനമായ കരകൗശല പരിപാടി എന്തോ ആയിരുന്നു സുരേഷ് ഗോപി ഉദ്ഘാടിക്കാൻ പോയത്. അങ്ങനെയൊക്കെ ക്ഷുഭിതനും ദേഷ്യത്തിന് മൂക്കിന്റെ തുമ്പത്ത് ശുണ്ടിയും കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി. എനിക്ക് തോന്നുന്നത് ഈ കാലവർഷമൊക്കെ വന്നല്ലോ, അപ്പോൾ തണുത്ത് കാണും, ഈ പടക്കമൊക്കെ കുതിർന്നു പോയില്ല, അതുപോലെ തണുപ്പനായി. അതുകൊണ്ടായിരിക്കണം ഇന്നലെ കാലടിയിൽ അങ്ങനെ ക്ഷുഭിതനായ സുരേഷ് ഗോപിയെ കണ്ടില്ല. സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ ക്ഷുഭിതനായത് കാറിൽ നിന്ന് കുടയെടുക്കാൻ മറന്നുപോയ അദ്ദേഹത്തിന്റെ ഗൺമാനോടാണ്. ഗൺമാനോട് മുഖം തിരിച്ചു പോകുന്നതൊക്കെ കാണണം, ആഢ്യത്വം. പിന്നെ അദ്ദേഹം അടുത്ത ജന്മത്തിൽ വലിയ ഹൈരാർക്കിയിൽ ജനിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ജനങ്ങളിൽ നിന്നും, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും അകന്നുപോയ സുരേഷ് ഗോപി ഇന്നലെ കാലടി പാലത്തിലെ കുഴിയിൽപ്പെട്ടപ്പോൾ ഒരല്പം മാന്യമായി മനുഷ്യനോട് പെരുമാറി എന്നത് വളരെ പോസിറ്റീവാണ്. എങ്കിലും കുഴിയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ, ഞാൻ കേന്ദ്രത്തിന്റെ ആളാണ്, അതുകൊണ്ട് കേരളത്തിലെ കുഴി അടക്കലല്ല എന്റെ ജോലി, ഞാൻ PWD സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് കുഴി അടച്ചുകൊള്ളും എന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് സുരേഷ് ഗോപി ചെയ്തത് എന്ന് പറയാതിരിക്കാനും നിവർത്തിയില്ല. സുരേഷ് ഗോപി കൂൾ സുരേഷ് ഗോപി ആയതിൽ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം.